ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ രാവിലെ 5 മണിക്ക് തന്നെ വൈക്കം ഡിപ്പോയിൽ നിന്ന് KSRTC ബസ് എടുത്തു കേട്ടോ. നമ്മൾ പരുന്തുംപാറയിൽ നിന്ന് ചെല്ലാർകോവിലോട്ട് പോകുന്ന വഴിയാണ്. ചെല്ലാർകോവിലോട്ട് പോകുന്ന വഴി പ്രസിദ്ധമായ പട്ടുമല പള്ളിയുണ്ട്. പട്ടുമല പള്ളിയുടെ അവിടെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പാർക്കിനകത്ത് കണ്ട ഒരു രസകരമായൊരു സംഭവം കേട്ടോ. അങ്ങനെ നമ്മൾ രാമക്കമ്മേട് പോകുന്ന വഴി കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ആവപ്പാറയിലോട്ട് ഓഫ് റോഡ് ജീപ്പിൽ പോവാം കേട്ടോ. ശരിക്കും ഒരു നൈസ് എക്സ്പീരിയൻസ് ആട്ടോ ഇത്. ആ ഗുഹയുടെ ആവുമ്പഴി കേട്ടോ, ആവപ്പാറയുടെ ആവുമ്പഴിയാണ് എല്ലാവരും വരുന്നത് കേട്ടോ. ഇതുപോലെ ബുദ്ധിമുട്ടാട്ടോ. രാമക്കൽമേടെന്ന് വരുന്നത് നമുക്ക് നടന്നു കയറിയാൽ ഈ സൈഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. എന്നറിയോ, ഈ നേരെ നിൽക്കുന്നേ അവിടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ഫാർമ. അങ്ങനെ രാവിലെ 5 മണിക്ക് ഞാനും എൻ്റെ വൈഫും കൂടെ KSRTCയിൽ ഒരു യാത്ര പോവുക കേട്ടോ. KSRTCയിൽ ഒരു ചുമ്മാ യാത്രയല്ല കേട്ടോ, ഇത് KSRTC വൈക്കം ഡിപ്പോ സംഘടിപ്പിക്കുന്ന ഒരു ഏകദിന യാത്ര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്ര. നമ്മുടെ യാത്ര നേരെ രാമക്കൽമേടിലോട്ടാണ്. ആ രാമക്കൽമേടിലോട്ട് പോകുന്ന വഴി പല സ്ഥലങ്ങളും നമുക്കൊന്ന് കാണാനുണ്ട് കേട്ടോ. അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് പതിക്കനെ രാമക്കൽമേടിലോട്ട് പോകാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാ സൗകര്യങ്ങളും KSRTC കറക്റ്റായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവറായിട്ടിരിക്കുന്നത് നമ്മുടെ നെജുമണി ചേട്ടനും നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ളത് ശ്യാമുമാണ്. അങ്ങനെ അവർ രണ്ടുപേരും നമുക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷനൊക്കെ തന്നു. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ ഒരു 7:30 തന്നെ കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തി കേട്ടോ. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് യാത്ര തുടരാം. അങ്ങനെ നമ്മുടെ യാത്രയിൽ നമ്മളിപ്പം മുണ്ടക്കയത്ത് വണ്ടി നിർത്തിയേക്കുവാട്ടോ. നമ്മുടെ KSRTC ബസ് ഭക്ഷണം കഴിക്കാനായിട്ട് മുണ്ടക്കയത്ത് നിർത്തിയേക്കുവാണ്. അപ്പോൾ ഇവിടെ ഈ റാണി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. 2 സൈഡും മനോഹരമായ കാഴ്ചകളാട്ടോ. പല പ്രാവശ്യം ഈ റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിലും ശരിക്കും KSRTC വണ്ടിയിൽ ഇപ്പോൾ യാത്ര ചെയ്തപ്പോഴാട്ടോ ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ പറ്റിയത്. അങ്ങനെ 2 സൈഡിലെയും കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതിക്കനെ യാത്ര തുടരാം. ഇപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് പോകുന്ന വഴിക്കുള്ള ഒരു വെള്ളച്ചാട്ടം, ഫസ്റ്റ് വെള്ളച്ചാട്ടം ഇത്, വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. അപ്പം നമ്മൾ KSRTC ബസ്സിൻ്റെ ട്രിപ്പായ കാരണം നമ്മൾ സാധാരണ KSRTC ബസ്സിൽ പോകുമ്പോഴൊന്നും നമുക്കിവിടെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഏതായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വാട്ടർഫാളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാം. ഏതായാലും നമ്മുടെ ഇത്തവണത്തെ യാത്രയിൽ KSRTC ട്രിപ്പിനെ വളരെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു മെയിൻ ബ്ലോഗറുണ്ട്, നമ്മുടെ ഷബീർ മഹാരാജ്. ഷബീറിനെ ഞാൻ ഈ ട്രിപ്പിൽ പരിചയപ്പെടാൻ പറ്റും കേട്ടോ. മെയിൻ ബ്ലോഗറൊന്നും അല്ല, നമ്മൾ അത്യാവശ്യം ചേട്ടനെ പോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നതാണ്. ഏതായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഹബീർ ഇബ്രാഹിം മഹാരാജ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. ചേട്ടനെ നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോയിലും ചേട്ടനുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല യാത്രകളാണ് KSRTCയുടെ. ഇത്രയും യാത്രകളൊക്കെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടി കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷെ നമുക്ക് വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഭയങ്കര കാറ്റും കാര്യങ്ങളുമാണ്, അത് കാരണം വോയിസ് ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ മലയൊക്കെ കയറിയതേ നമ്മൾ പരുന്തുംപാറയിലോട്ട് എത്തുക കേട്ടോ. നമ്മുടെ KSRTC പതിക്കനെ അങ്ങനെ പരുന്തുംപാറ മലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് പരുന്തുംപാറയിലെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ പരുന്തുംപാറ എത്തി കേട്ടോ. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാട്ടോ പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പീരുമേടിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററും ആട്ടോ ഇങ്ങോട്ടുള്ളൂ. ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രമാട്ടോ വളർന്നു വരുന്ന. സ്വസ്ഥമായ അന്തരീക്ഷവും കാടിൻ്റെ നൈർമല്യവും ഒക്കെ അടുത്തറിയാൻ ഒരുപാട് സ്വദേശീയ സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. നഗരത്തിൻ്റെ തിരക്കും
അതുപോലെ തന്നെ കോലാഹലവും ഒക്കെ വിട്ട് നിബിഡ വനങ്ങളുടെ ശാന്തമായ ഒരു ദൃശ്യം ആസ്വദിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. അങ്ങനെ പരുന്തുംപാറ എല്ലാം കണ്ടുവന്ന് എല്ലാവരുടെയും കൂടെ ചെറിയ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് നമുക്ക് പരുന്തുംപാറയോടും യാത്ര പറഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടരാം. എല്ലാവരെയും പതിക്കന KSRTC ബസ്സിലോട്ട് തിരിച്ചു കയറ്റുന്ന ഡ്യൂട്ടിയിലാണ് നമ്മുടെ ശ്യാം സാറ്. കൃത്യം ആൾക്കാരെ കൗണ്ട് ചെയ്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും പല വഴിക്ക് സീനറികളൊക്കെ കാണാം. എന്തായാലും എല്ലാവരും വീണ്ടും ആടിനെ മേയ്ക്കുന്ന കൂട്ട് നമ്മുടെ ശ്യാം സാറ് വീണ്ടും KSRTC ബസ്സിലോട്ട് ഓടിച്ച് കയറ്റുകയാണ്. നമ്മൾ പരുന്തുംപാറയിൽ നിന്ന് ചെല്ലാർകോവിലോട്ട് പോകുന്ന വഴിയാണ്. ചെല്ലാർകോവിലോട്ട് പോകുന്ന വഴി പ്രസിദ്ധമായ പട്ടുമല പള്ളിയുണ്ട്. പട്ടുമല പള്ളിയുടെ അവിടെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാണുന്ന കേട്ടോ പ്രസിദ്ധമായ പട്ടുമല പള്ളി. തേയിലത്തോട്ടത്തിന് നടുവിലായിട്ട് കാണുന്നൊരു പള്ളിയാട്ടോ പട്ടുമല പള്ളി. ഇതാണ് നമ്മുടെ പട്ടുമല പള്ളി. ശരിക്കും ഇത് ഇടുക്കി ജില്ലയിൽ കോട്ടയം കുമളി റോഡിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയം കേട്ടോ പട്ടുമല ദേവാലയം. ഇത് പീരുമേടിൽ നിന്ന് ശരിക്കും ഒരു 8 കിലോമീറ്ററും തേക്കടിയിൽ നിന്നൊരു 24 കിലോമീറ്ററും ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നോർമലി മറിയത്തിൻ്റെ പിറവി തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് സെപ്റ്റംബർ 8-നാണ് ഈ ദേവാലയത്തിലെ പ്രധാനമായി പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്ന ദിവസം. അങ്ങനെ നമ്മൾ ചെല്ലാർകോവിൽ എത്തിയിരിക്കുക കേട്ടോ. ചെല്ലാർകോവിൽ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം അകത്ത് കയറണമെങ്കിൽ. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആട്ടോ. ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. ഹായ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ. മംഗളാദേവിയുടെ മറ്റേ മലനിരകളില്ലേ ഇത് ഗൂഡല്ലൂര്. നമ്മള് നിലമ്പൂരിന് കയറി വരുന്ന കൂടുതലോ ഈ നമ്മൾ സാറേ ചതുരംഗപ്പറ കാണിയത് ആ കൂടെ അവിടെ ശരിക്കും നമ്മള് പെരിന്തൽമണ്ണയിൽ കയറിയിട്ട് പാർക്കിനകത്ത് കണ്ട ഒരു രസകരമായൊരു സംഭവം കേട്ടോ. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഈറ്റക്കാട്. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഈറ്റ കൂടുതലായിട്ട് വളർന്ന് ഇങ്ങനെ പന്തലിച്ച് നിൽക്കാനായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകമ്പഴി കയറുമ്പോഴാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അങ്ങനെ ഈറ്റയുടെ ആകുമ്പോഴേ നമ്മൾ കയറുമ്പോൾ കാണുന്നത് ശരിക്കും ഒരു ഈറ്റ വെച്ചൊരു വീടുണ്ടാക്കി കൂട്ട്. അതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാട്ടോ ഇത് അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കണം. അത് നാച്ചുറലായിട്ട് വളർന്നു വന്നേക്കണമല്ല, നാച്ചുറലായിട്ട് വളർന്നു വന്ന ഈറ്റ അവർ വളച്ച് ഒരു പന്തൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഇത് കാണാൻ വേണ്ടി. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ മഴയൊന്നും നനയത്തില്ല. അതുപോലെ തിക്കായിട്ടാണ് ഈറ്റ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ രാമക്കമ്മേട് പോകുന്ന വഴി കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിരിക്കും കേട്ടോ. അവിടെ ജസ്റ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് രാമക്കമ്മേടിലോട്ട് പോവാം. നോക്ക് എന്ത് സ്പീഡിലാണ് ഇറങ്ങണത്. ഈ സൈഡ്
അങ്ങനെ കാറ്റാടിപ്പാടവും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും യാത്ര നമ്മുടെ രാമക്കൽമേടിലോട്ട് തുടരാം. കാരണം ഓൾറെഡി ടൈം ലേറ്റായി, കാരണം പെട്ടെന്ന് തന്നെ രാമക്കൽമേട് നമുക്ക് എത്തണം. അങ്ങനെ നമ്മളിപ്പം രാമക്കൽമേട് എത്തി. ഇവിടുന്ന് ആമപ്പാറയിലോട്ട് ഒരു ഓഫ് റോഡ് ജീപ്പാണ്, ഓഫ് റോഡ് ജീപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി KSRTC ജീവനക്കാർ പോയേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആമപ്പാറയിലോട്ട് ഓഫ് റോഡ് ജീപ്പിൽ പോകാം. എന്നിട്ട് അവിടുന്ന് ആമപ്പാറ കാര്യങ്ങളും കണ്ടതിന് ശേഷം ബാക്കിയുള്ള വീണ്ടും തിരിച്ചു വന്നിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആമപ്പാറയിലോട്ട് ഓഫ് റോഡ് ജീപ്പിൽ പോവാം കേട്ടോ. ജീപ്പിൽ പോകുന്ന വഴി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാം. രാവിലെ ഒന്ന് വിളിക്കട്ടെ. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ഓഫ് റോഡ് ചെയ്തിട്ടാണ് നമ്മൾ ആമപ്പാറ ചെല്ലുന്നത്. പോകുന്ന വഴി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളാട്ടോ. മിക്കതും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെയായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓൾറെഡി ആ ജീപ്പിൽ 8 പേരാണുള്ളത്. ആ 8 പേരടങ്ങുന്ന ജീപ്പിൽ ഇരുന്ന് നമുക്ക് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ക്യാമറ താഴ്ത്തു പോകാനുള്ള ചാൻസ് കൂടുതലായ കാരണം നമുക്ക് കുറച്ച് കിട്ടാവുന്ന വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും തികച്ചും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ പല പ്രാവശ്യം രാമക്കൽമേട് പോകുന്നുണ്ടെങ്കിലും ആമപ്പാറയിലോട്ട് ഓഫ് റോഡേ പോയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആമപ്പാറയിലോട്ട് ഓഫ് റോഡേ പോയത്. എന്തായാലും ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അവർ ചാർജ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8 പേർക്ക് 1800 രൂപയായിരുന്നു. അപ്പോൾ 8 പേരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ടേ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് യാത്ര പോകുമ്പോഴും ഇതുപോലെ ഷെയർ ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസുകൾ അതുപോലെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഓഫ് റോഡിങ് കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങി വരുന്ന സീനാട്ടോ ഇത്. ഓരോ അവസ്ഥയിലാണ് എല്ലാവരും ഇറങ്ങി വരുന്നത്. അങ്ങനെ ചെറിയൊരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ആമപ്പാറ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ കല്ലിനട വഴിയൊക്കെ ഇറങ്ങിയാണ് നമ്മൾ ആമപ്പാറയിലോട്ട് ചെല്ലേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയും നേരം നമ്മൾ ജീപ്പിലൊരു ഓഫ് റോഡ് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ തന്നെ നടന്നൊരു ചെറിയൊരു ഓഫ് റോഡ് ചെയ്യണം. നൂണ്ടിറങ്ങാൻ പാടൊന്നുമില്ല, അല്ലെ അങ്ങ് പോയാൽ മതി. കുഴപ്പമില്ല, ഇറങ്ങാം. അല്ലെന്ന് തെറ്റിയ പണി. ഒത്തിരി അനിയത്തിമാരുണ്ട് ഇവിടെ. ഇവിടെ എല്ലാരും ആമപ്പാറ കാണാൻ വന്നവരാണ്. ഇവര് തളിപ്പറമ്പിൽ നിന്ന് വന്നവരാട്ടോ. ശരിക്കും നമ്മളൊക്കെ ഒത്തിരി പ്രാവശ്യം രാമക്കൽമേടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് വരാറില്ല. ഓഫ് റോഡും കാര്യങ്ങളിലോട്ടൊന്നും വരാറില്ല. ഇതിപ്പോ എന്തായാലും ഒരു നൈസ് എക്സ്പീരിയൻസ് ആണിത്. ശരിക്കും ഒരു നൈസ് എക്സ്പീരിയൻസ് ആട്ടോ ഇത്. ഇത് ശരിക്കും എന്താ ഈ സ്പോട്ടിന് പറയാൻ ആമപ്പാറ ഗുഹ. അപ്പൊ നമ്മൾ ശരിക്കും ഈ ഗ്യാപ്പ് വഴി ആട്ടോ നമുക്ക് പോകണ്ടേന്. നമ്മൾ വന്ന ഇതിലാണ്. ശരിക്കും ഒരു ഗുഹയുടെ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ബാക്കോട്ട് ഇറങ്ങേണ്ട വരും. ഇത് ശ്രീകുട്ടിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി വരുവാണ്. ഇതാണ് ആമപ്പാറ. അവരൊക്കെ പെട്ടുപോയിരിക്കുവാണ്. എല്ലാരും ഒരു ത്രില്ലിൽ പോന്നു.
ശരിക്കും നമുക്ക് ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു ഗുഹയാട്ടോ. ഇല്ലില്ല, ഇങ്ങനെ പോര്, ഇങ്ങനെ പോര്. ആ ഗുഹയുടെ ആവുമ്പഴി കേട്ടോ, ആവപ്പാറയുടെ ആവുമ്പഴിയാണ് എല്ലാവരും വരുന്നത് കേട്ടോ. അതുപോലെ ബുദ്ധിമുട്ടായിട്ടോ വരുന്നത്. എന്തായാലും ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആവപ്പാറ. ഓരോരുത്തർ പതുക്കനെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ആ ഗുഹയുടെ ആവുമ്പഴിയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ആവപ്പാറയില് ആമയുടെ സ്റ്റാറ്റു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാറ്റു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ ആമയുടെ ഉള്ളിലെ സംഭവമാണ് ഇത്. ഇത് ഗാലറി 1, അതായത് രാമ റോക്ക്, രാമക്കൽമേട് ടൗണ്, ശ്രീരാമ ടെമ്പിൾ, DTPC എൻട്രൻസ്, പോലീസ് ഔട്ട് പോസ്റ്റ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 പ്രകാരം ഫുൾ ഡീറ്റെയിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആമയുടെ ഉള്ളിലൊക്കെ കയറി ഒരു ബുദ്ധിമുട്ടേറിയ സാഹസിക ജോബൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ജീപ്പേ കയറി കേട്ടോ. ഇനി വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ആ വ്യൂ പോയിന്റിലോട്ട് നമ്മൾ ഓഫ് റോഡ് ജീപ്പിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടുന്ന് നമ്മൾ മോളിൽ വണ്ടി ഇട്ടിട്ട് ഇതിൽ നടന്ന് ഇനി വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതാട്ടെ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഇതാട്ടോ. നമ്മൾ ആ കാണുന്നതാണ് രാമക്കൽമേട് വ്യൂ പോയിന്റ്. താഴത്ത് നമുക്ക് ഫുള്ള് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളും അതിലെ കൃഷി സ്ഥലങ്ങളും എല്ലാം കാണാം. രാമക്കൽമേട് പറയാം കേട്ടോ. നമ്മുടെ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. രാമക്കൽമേട് എന്ന് പറയുന്നത് രാമലക്ഷ്മണന്മാര് സീത അന്വേഷിച്ച് വന്നപ്പോൾ ഈ കല്ലിന്റെ മുകളിൽ വന്നിട്ട് കടൽ കടന്ന് രാമേശ്വരം വഴി ശ്രീലങ്കയ്ക്ക് പോയെന്നാണ് ഐതിഹ്യം. രാമന്റെ കാൽപാദം പറഞ്ഞ കല്ല് രാമക്കല്ല്. അന്ന് തമിഴ്നാട് കടലായിരുന്നു പറയുന്നത്. ഇവിടെ കടൽ മാറി കരയായതാണ് ഐതിഹ്യം. അപ്പൊ ആ കല്ലിന്റെ മേലിൽ രാമന്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് രാമക്കൽമേട്. രാമന്റെ കാൽപാദം പതിഞ്ഞ കല്ല് രാമക്കൽ. അങ്ങനെയാണ് രാമക്കൽമേട് വരുന്ന പേര് വരുന്നത്. ഐതിഹ്യത്തിൽ അങ്ങനെ പറയുന്നത്. അതാണ് രാമക്കൽമേട് എന്ന് പേര് വരുന്നത്. നമ്മൾ നടന്നു കയറിയാൽ ഈ സൈഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. എന്താണെന്നറിയോ, ഈ നേരെ നിൽക്കുന്നേ അവിടെ വന്നാൽ നമുക്ക് കാണത്തില്ല. 3 സൈഡ് വരെ ലെവലാണ്. അത് കാണണമെങ്കിൽ ആ ആൾ നിൽക്കുന്നിടത്ത് കുറെ അങ്ങോട്ട് നടന്നു പോയാലേ അങ്ങനെ കാണാൻ. ഈ താഴെ കാണുന്ന തമിഴ്നാട്ടിലെ തേനി ജില്ല റോഡാ. തേനി ജില്ല അതൊരു പുരാതന അമ്പലമാണ്. വഴി സൈഡിൽ ഞാൻ കണ്ട അങ്ങോട്ട് ദൂരെ ഈർക്കിൽ പോലെ നിൽക്കുന്നില്ല. അത് വലിയ തെങ്ങിൻ തോപ്പാണ്. കുട പോലെ നിൽക്കുന്ന വലിയ വാളംപുള്ളി മരമാണ്. പിന്നെ ഈ കടകളമായിട്ട് പച്ച കാണുന്നത് പച്ചക്കറി തോട്ടമാണ്. പല പല പച്ചക്കറികൾ. പിന്നെ ഈ മണ്ണ് ഒരുക്കിയിട്ടേക്കുന്ന ഇത് വനഭൂമി. ഇത് വനം ഈ സൈഡ് വരെ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലം കൂടാണ്. അതുകൊണ്ട് ഇത് രാമക്കൽമേട് ഇതുണ്ട്, പ്രത്യേകത ഉണ്ട്. ഇവിടെ സൂര്യോദയം സൂര്യാസ്തമയം. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കേണ്ട സമയമായി കേട്ടോ. സമയം രാത്രിയായി. നമുക്ക് എത്രയും പെട്ടെന്ന് ജീപ്പിൽ കയറി KSRTC ബസ്സിൽ എത്തണം. നമുക്ക് തിരിച്ച് വൈക്കം ഡിപ്പോയിലോട്ട് യാത്ര തുടരണം. ഏതായാലും ഇതുപോലൊരു നല്ല യാത്ര സംഘടിപ്പിച്ച വൈക്കം ഡിപ്പോയ്ക്കും അതുപോലെ തന്നെ ശ്യാം സാറിനും വണ്ടി ഓടിച്ച നേച്ചറിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇതുപോലെയുള്ള നല്ല യാത്രകൾ എല്ലാ KSRTC ഡിപ്പോയിലും നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം മാക്സിമം നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഇതുപോലെയുള്ള യാത്രകൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. KSRTCയിലുള്ള ഇതുപോലെയുള്ള യാത്ര വളരെ സന്തോഷം നൽകുന്ന യാത്രകളാണ്. ഏതായാലും നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു.